മലപ്പുറം വെട്ടിച്ചിറയിൽ തീപിടുത്തമുണ്ടായെന്ന വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ദേശീയപാതയ്ക്ക് സമീപത്തെ ചായക്കടയിലാണ് തീപിടുത്തമുണ്ടായത്. ദൃശ്യങ്ങളാണ് കാണുന്നത്. സമീർ ബിൻ കരീം വിവരങ്ങളുമായി. സമീർ, എന്താണ് കാരണം എന്നൊക്കെയുള്ളത് ഇനി അറിയേണ്ടതാണ്. ഇപ്പോൾ തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? കേടുപാട്, നാശനഷ്ടം, അതിൻ്റെയൊക്കെ വിവരങ്ങൾ എങ്ങനെയാണ്? ആളുകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്? അനുജ, ഏതാണ്ട് അരമണിക്കൂർ മുൻപാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയോരത്ത് വെട്ടിച്ചിറ ടോൾ പ്ലാസയ്ക്ക് സമീപമുള്ള ഒരു ചായക്കടക്കാണ് ആദ്യം തീപിടിച്ചത്. ചായക്കട പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുകയാണ്. തുടർന്ന് സമീപത്തുണ്ടായിരുന്ന ഒരു പ്ലൈവുഡിന്റെ കടയിലേക്കും തീ വ്യാപിച്ചിരിക്കുകയാണ്. തീ നിയന്ത്രണ വിധേയമെന്ന് പറയാമെങ്കിലും പൂർണ്ണമായും അണക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തെത്തി തീ അണക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായത് എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സമയത്ത് ഈ കടക്കകത്ത് ആളുകളുണ്ടായിരുന്നു, പുറത്ത് നിരവധി വാഹനങ്ങളുണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ആർക്കും തന്നെ ഒന്നും സംഭവിച്ചില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നാട്ടുകാർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്താണ് സംഭവിച്ചത്? ഞാൻ പുത്തനാനിക്കുന്ന എൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ ഫസ്റ്റ് ഇവിടെ കണ്ടത് ഗ്യാസ് വന്ന് തീ കത്തുന്നതാണ്. അതിന് ഞാൻ ബൈക്ക് നിർത്തി അവരോട് ഇറങ്ങി ഓടാൻ പറഞ്ഞു. അങ്ങനെ ഓടാൻ എല്ലാവരും ഓടി കഴിഞ്ഞപ്പോൾ തീ ആദ്യം കടന്ന മേലെ കയറി, പിന്നെ അങ്ങനെ കയറി സിലിണ്ടർ ഒന്ന് പൊട്ടിത്തെറിച്ച്, പിന്നെ ഞാൻ ഫ്ലൈ റൂമിൽ ആളി കത്തിയ ഞാൻ കണ്ടത്. ചായക്കട പൂർണ്ണമായും കത്തി നശിച്ചു. ഒന്നും ബാക്കി കത്തി കഴിഞ്ഞിട്ട് ഫ്ലൈവുഡ് കമ്പനി കണ്ട് കയറിയിരിക്കണേ. തീർച്ചയായിട്ടും ഈ കിച്ചൺ വരുന്നതിൻ്റെ കാര്യമായിട്ടുള്ള ഒരു മൂലക്കാണ്. ഇവിടെയാണ് ഫസ്റ്റ് തീപിടുത്തുന്നത്. ഈ കിച്ചൻ്റെ ഈ ഭാഗത്താണ് ഫസ്റ്റ് തീപിടുത്തുന്നത്. അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത് തീ കണ്ടത്. അദ്ദേഹം ഉടനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആളുകളൊക്കെ പെട്ടെന്ന് ഒന്ന് ഒഴിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഗ്യാസ് പൊട്ടിത്തെറിച്ച കാരണം ആളി പടർന്ന് തൊട്ടടുത്തുള്ള പ്ലൈവുഡ് കട, അതുപോലെ ഗ്ലാസ് കടയിലേക്കൊക്കെ തീ പടർന്ന് ഈ തട്ടുകട പൂർണ്ണമായിട്ടും നശിച്ചു. ഈ ഒരു പ്ലൈവുഡ് കട പൂർണ്ണമായിട്ടും നശിക്കുകയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ഗ്യാസ് സിലിണ്ടർ കത്തി തെറിച്ച് പോകണുണ്ടായിരുന്നു. നല്ല പുക ഉണ്ടായിട്ട് ഒന്ന് പൊട്ടി മേലെ കൂടി പൊട്ടിത്തെറിച്ച് അപ്പുറത്ത് ചാടി, രണ്ടെണ്ണം പൊട്ടി ഇവിടെ പകർന്ന്. പിന്നെ KCB വന്ന് ലൈനും ഓഫാക്കി. അനുജ, ഏതായാലും ഈ തീ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാസ് സിലിണ്ടറിൽ നിന്നാണ് തീ പടർന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. ഈ ചായക്കടയുടെ ഈ കിച്ചന്റെ ഭാഗത്തുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീപിടുത്തം ഉണ്ടാകുന്നു. അങ്ങനെ ഈ കട പൂർണ്ണമായി കത്തി നശിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.